ഗുഡ് മെഡിറ്റേഷൻ. അങ്ങനെയല്ല, ജസ്റ്റ് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? എല്ലാ ദിവസവും ഒരേ ഫീലിംഗ് ആണ് വരുന്നത് മെഡിറ്റേഷൻ? അതെല്ലാം മാറ്റം വരുന്നുണ്ടോ? കൂടുതൽ കൂടുതൽ ഡീപ്പർ ആവുന്നുണ്ടോ? അതേപോലെ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി കമന്റ് ചെയ്യുമ്പോൾ എന്നും ഗുഡ് മെഡിറ്റേഷൻ എന്നല്ല, എന്താണ് ഫീലിംഗ് വരുന്നത് അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഡീപ്പർ ആയിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുക. ബാക്കിയുള്ള മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് എന്തൊക്കെ ഫീലിംഗ് തരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ഡീപ്പർ ആയിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുക. ഓക്കെ ഓക്കെ, ഗുഡ് ഫീൽ. ഓക്കെ, മാക്സിമം ആളുകൾ വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ പറഞ്ഞത് അവയർനെസ് ആണ്, അവബോധത്തിന്റെ പവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, പുതിയ ആരുമില്ലല്ലോ, ജസ്റ്റ് കമന്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, എന്നെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ഫസ്റ്റ്ലി പറയാനുള്ളത്, നമുക്ക് പേടിക്കാൻ വേണ്ടിയിട്ട്, അസത്യങ്ങളെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് തെളിവുകൾ ആവശ്യമായിട്ട് വരാറില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് നമ്മുടെ ഇപ്പോഴത്തെ അസുഖങ്ങളുടെ ആകെ മൊത്തം രോഗങ്ങളാണ്, അസുഖങ്ങളാണ്. അതിന്റെ കാരണമായിട്ട് നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറയാറുണ്ട്. നമ്മുടെ കഴിക്കുന്ന പച്ചക്കറികളാണ്. ഈ അടുത്ത് കുറച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു സംഭവമാണ് അല്ലെ, പ്രിന്റ് അടിക്കുന്ന നമ്മുടെ റെസിപ്റ്റ് ഒക്കെ പ്രിന്റ് അടിക്കുന്ന, തെർമൽ പ്രിന്റ് അടിക്കുന്ന സംഭവങ്ങളൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നില്ല അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ട് അത്? തെർമൽ പ്രിന്റ് അടിക്കുന്ന സാധനം, ബിസ്ഫിനോൾ എന്ന് പറയുന്ന സാധനം ക്യാൻസർ ഉണ്ടാക്കും, ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളതാണെന്ന് പറഞ്ഞു. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ഈ ബിസ്ഫിനോളൊക്കെ ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറയുന്നത് ശരിക്കും തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല. എലികളിൽ നടത്തിയ ചില പരീക്ഷണങ്ങളിൽ ഇത് ക്യാൻസർ ഉണ്ടാക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് മനുഷ്യരിൽ എത്രത്തോളം ക്യാൻസർ ഉണ്ടാക്കും, ഇത് പേടിക്കാനുണ്ടോ എന്നുള്ളതൊന്നും ശരിക്കും നമുക്ക് അറിയില്ല. പക്ഷെ അത് പറഞ്ഞ് പേടിപ്പിക്കാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ സംഭവങ്ങൾ, ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഇത്തരം സംഭവങ്ങളെ നമുക്ക് അധികം അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടോ ബാക്കി സംഭവങ്ങൾ നമ്മളൊന്നും നോക്കില്ല, നമ്മളത് വിശ്വസിക്കും. പക്ഷെ ഇതിൽ യഥാർത്ഥമായിട്ടുള്ള സത്യം, ഇനിയിപ്പോ അധികം കുറച്ച് വിഷം നമ്മുടെ അകത്ത് ചെന്നാലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവായിരുന്നാലും, നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും, യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാല്, നമ്മളെ തളർത്തുന്നത്, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കാതെ നമ്മുടെ അസുഖങ്ങളിലേക്ക് എത്തിക്കുന്ന യഥാർത്ഥ ശത്രു എന്ന് പറഞ്ഞാല് പുറത്തല്ല. അത് ശരീരത്തിന്റെ പുറത്തു നിന്നും വരുന്ന ശത്രുക്കളല്ല, നമ്മുടെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ശത്രുക്കളാണ്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ലിവർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാല്, നിങ്ങള് ഒരു വിധപ്പെട്ട ടോക്സിൻസ്, ഒരു വിധപ്പെട്ട വിഷാംശം കഴിച്ചാലും ലിവർ അതൊക്കെ റെഡിയാക്കി എടുക്കും. പക്ഷെ നമ്മൾ മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കുന്നത് പകയാണ്, വിദ്വേഷമാണ്, സങ്കടങ്ങളാണ്, ദേഷ്യമാണ്, ഡിപ്രഷനാണ്. ഇതാണ് യഥാർത്ഥമായിട്ടും നമ്മളെ തളർത്തുന്ന ശത്രു എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളത് ഒട്ടും തീരെ പ്രശ്നമില്ല എന്നുള്ളത് പറഞ്ഞു എന്ന് വിചാരിച്ച് നാളെ എടുത്ത് വിഷം കഴിക്കുക എന്നുള്ളതല്ല. നമുക്കിതിൽ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റും? നമ്മൾ നിരന്തരം കഴിക്കുന്ന ഭക്ഷണവും എല്ലാം വിഷമയമാണ് എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, അതിനെ കുറിച്ച് പേടിച്ചുകൊണ്ടിരുന്നാൽ, യഥാർത്ഥമായിട്ടുള്ള ശത്രു ഒളിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും പേടി കയറി വരും, വീണ്ടും ഭയപ്പാടുകൾ വരും എന്നല്ലാതെ ഇതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു ഉപകാരവുമില്ല. അല്ലെ? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഇതിൽ ഡൗട്ടുകൾ ഉണ്ടോ? ജസ്റ്റ് നിങ്ങൾ ചോദിക്കുക, ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേടിപ്പെടുത്തുന്ന ഇൻഫർമേഷൻസ് കിട്ടും നമുക്ക്. അത് ക്യാൻസർ ഉണ്ടാക്കും, ഇത് ക്യാൻസർ ഉണ്ടാക്കും. ഇപ്പൊ പുതിയ ട്രെൻഡാണ്, എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്താലും ക്യാൻസർ ഉണ്ടാക്കും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. ഇത് പേടിച്ച് ജീവിക്കുന്നവരായിട്ട് മാറുന്നു. കാരണം പേടിപ്പെടുത്തുന്ന ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാവും അല്ലെ? പേടിപ്പെടുത്തുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിൽ പെട്ടെന്ന് വൈറലാവും, ആൾക്കാർ പെട്ടെന്ന് ഷെയർ ചെയ്യും, അതൊക്കെ കാണുകയും ചെയ്യും. ഇതനുസരിച്ചാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പേടിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ലൈഫിൽ എവിടെ എത്താൻ പറ്റില്ല. യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം, നമ്മൾ ഈ പേടി ശരീരത്തിലേക്ക് നിരന്തരം കൊടുത്താല് സംഭവിക്കുന്നത്, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, അതേപോലെ തന്നെ നമ്മുടെ തലയിൽ നിന്നും വരുന്ന ഒരുപാട് നാഡീകോശങ്ങളുണ്ട് നമ്മുടെ നിയന്ത്രിക്കുന്ന അല്ലെ. നമ്മളൊന്ന് പേടിച്ചാൽ എന്താ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, ശരീരത്തിൽ മൊത്തം മസിലുകൾ സങ്കോചിക്കും, ശരീരത്തിന് മൊത്തം മാറ്റങ്ങൾ സംഭവിക്കും. നിരന്തരമായിട്ട് ഇത്തരം പേടികൾ നമ്മൾ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാലേ
നമ്മുടെ ശരീരത്തിന്റെ ശരിക്കുള്ള ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നത് താളം തെറ്റും, നമ്മൾ അത് അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഇത് ശരിയായി പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ അത്ര കുറച്ചധികം കോംപ്രമൈസ് വന്നാലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട്, റെഡിയാക്കാനായിട്ട്, ഏത് തരം വൈറസുകൾ വന്നാലും ബാക്ടീരിയകൾ വന്നാലും അതിനെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മുടെ ശരീരത്തിന് ശേഷിയുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ശേഷിയുണ്ട്. നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലായി പോയാൽ, ഈ ഇമ്മ്യൂൺ സിസ്റ്റം പ്രശ്നത്തിലായാല് ശത്രുക്കള് പുറത്തു നിന്ന് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് തന്നെ ബാക്ടീരിയകൾ ഉണ്ട്, വൈറസുകൾ ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് തന്നെ ക്യാൻസറുകൾ ഉണ്ടാക്കാനുള്ള കോശങ്ങൾ ഉണ്ട്. നമ്മളിവിടെ ജനിച്ചു വന്നപ്പോഴേ ഉണ്ട്. പോരാതെ നമ്മുടെ ശരീരത്തിൽ നിരന്തരം ദിവസവും ക്യാൻസർ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്, സ്വാഭാവികമായി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ പട്ടാള സിസ്റ്റം, വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മിലിറ്ററി സിസ്റ്റം ഉണ്ട് നമ്മുടെ ശരീരത്തിന്. അവരിതിനൊക്കെ കണ്ടെത്തി കൊല്ലുന്നു, ചിലരേക്ക് വിഴുങ്ങി കളയുന്നു, പലതരത്തിലുള്ള മെക്കാനിസം വർക്കൗട്ട് ചെയ്ത് ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നു. അതല്ലാതെ നമ്മളെ വെടിക്കൊണ്ടല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടല്ല നമുക്ക് ക്യാൻസർ ഇല്ലാതായി പോകുന്നത്. അത് നമ്മുടെ ശരീരം വർക്ക് ചെയ്തതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനം, നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും വർക്ക് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ഇതാണ് ശരിക്കുള്ള അവയർനെസ്. ഇതിനെ ശക്തിപ്പെടുത്താണ് നമുക്ക് ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ, നമുക്ക് സംതൃപ്തിയാണ് വേണ്ടതെങ്കിൽ ഇതിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഹെൽത്തി ആയിട്ട് നിർത്തേണ്ടത്, ശക്തിപ്പെടുത്തേണ്ടത്. പക്ഷെ നമ്മൾ ഇതല്ല ചെയ്യുന്നത്. നമ്മൾ വീണ്ടും പേടിപ്പിക്കുകയാണ്. ഓരോ ചെറിയ കാര്യങ്ങൾ എടുത്ത് നമ്മുടെ ശരീരത്തിൽ വീണ്ടും പേടി ജനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. അപ്പൊ ഇത്തരത്തില് നമുക്ക് രണ്ട് മാർഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുക. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിതയുണ്ട്, ചെറുതായിട്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. റോഡ് നോട്ട് ടേക്കൺ, ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. റോഡ് നോട്ട് ടേക്കൺ. കവിക്ക് വന്ന് നിന്നപ്പം രണ്ട് മാർഗങ്ങളുണ്ട് മുന്നിൽ. സാധാരണ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന മാർഗം, അത് നോക്കുമ്പോൾ അങ്ങ് കാണാൻ പറ്റുന്നുണ്ട് ഇത് എവിടെ എത്തും എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അധികം ആളുകൾ എടുക്കാത്ത മറ്റൊരു മാർഗമുണ്ട്, അത് കാണാൻ പറ്റുന്നില്ല. കുറച്ചങ്ങോട്ട് ചെന്നിട്ട് റോഡ് കുറച്ചൊരു വളവാണ്, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാവരും തിരഞ്ഞെടുത്ത് മാർഗം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എവിടെ കൊണ്ട് ചെന്നെത്തും എന്നുള്ളത്. പക്ഷെ ആരും തിരഞ്ഞെടുക്കാത്ത മാർഗം എടുത്തു കഴിഞ്ഞാല് എവിടെ ചെന്നെത്തും എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ പൊരുതി നേടുന്നെ വേണം. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ അസുഖങ്ങളാണ്, രോഗങ്ങളെ കുറിച്ചാണ്, രോഗങ്ങളുള്ള അധികം ആൾക്കാരും ചോദിക്കുന്ന ഒന്നാണ്, ഈ അസുഖങ്ങളൊന്നും അധിക പേർക്ക് മാറിപ്പോകുന്നില്ലല്ലോ, ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയാണല്ലോ ജീവിക്കുന്നത്, നിങ്ങൾ പറയുന്ന ചെറിയ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, ക്യാൻസർ ഒക്കെ മാറി വന്ന് എത്ര ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. കുറച്ചായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് മുമ്പിൽ ചോയ്സ് ഉണ്ട് ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ആരോഗ്യത്തെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, സന്തോഷത്തെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അത് 99% ആളുകളും തിരഞ്ഞെടുക്കാത്ത മാർഗമാണ്. 1% ആളുകൾ അത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരാളുകൾ പൈസ ഉണ്ടാക്കും, ജീവിതത്തിൽ ഒരുപാട് പൈസ ഉണ്ടാക്കിയ ശേഷവും സന്തോഷം അനുഭവിക്കാത്ത, സംതൃപ്തി അനുഭവിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ തെരഞ്ഞെടുത്ത്, ഈ 99% ആളുകളും തെരഞ്ഞെടുത്ത മാർഗം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം എന്റെ അസുഖങ്ങളുടെ കാരണം, എന്റെ ദുരിതങ്ങളുടെ കാരണം, എന്റെ പ്രശ്നങ്ങളുടെ കാരണം എന്റെ പാർട്ട്ണറാണ്, ബാക്കിയുള്ളവരാണ്, ബാക്കി സാഹചര്യങ്ങളാണ്, കാര്യങ്ങൾ സിമ്പിൾ ആണ്, അതുകൊണ്ട് പ്രശ്നങ്ങൾ തീർന്നു, നിങ്ങൾക്ക് ഒന്നും തിരുത്താനുള്ള പ്രശ്നം ബാക്കിയുള്ളവരുടേതാണ്, എന്റെ ഭാഗത്തൊന്നുമില്ല. ഇത് നിങ്ങൾ എപ്പോ തിരുത്താനുള്ള സാഹസം നിങ്ങൾ കാണിക്കുന്നോ ശരിക്കത് സാഹസം തന്നെയാണ്. വളരെ സിമ്പിൾ അല്ല കാര്യങ്ങൾ, അധികം ആളുകൾ സെലക്ട് ചെയ്യാത്തൊരു മാർഗമാണ്. ബാക്കിയുള്ളവരെ തിരുത്താൻ, ബാക്കിയുള്ളവരെയൊക്കെ ഉപദേശം കൊടുക്കാൻ വളരെ സിമ്പിളാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സ്വയം അത് ഏറ്റെടുത്ത് ഉത്തരവാദിത്വം, സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്റെ അസുഖങ്ങളുടെ, എന്റെ പ്രശ്നങ്ങളുടെ
എന്റെ ഡയബറ്റിക്കിന്റെ, എന്റെ ബ്ലഡ് പ്രഷറിന്റെ, അലർജിയുടെ കാരണം, അതിന്റെ മൂല കാരണം എന്റെ അടുത്താണ്, പ്രശ്നം എന്റെ അടുത്താണ്. അത് തിരുത്താനുള്ള മാർഗം, ആ റോഡ് നിങ്ങൾ എന്ന് സെലക്ട് ചെയ്യുന്നോ, അത് ശരിക്കും ഒരു സാഹസമാണ്. ഒറ്റയടിക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സെലക്ട് ചെയ്താൽ അതിന്റെ അപ്പുറത്തുള്ള നിങ്ങളുടെ ഭാവി ശോഭനമാണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സിമ്പിൾ അല്ല കാര്യങ്ങൾ. നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ സിമ്പിൾ ആണ്. പക്ഷെ നമ്മുടെ മനസ്സ് ഒരിക്കലും അനുഭവിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല, അല്ലെ? നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും മനസ്സ് അനുവദിക്കില്ല. മനസ്സ് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഓട്ടോമാറ്റിക്കലി ആശുപത്രികളാണ്, ഡോക്ടേഴ്സ് ആണ്, സാഹചര്യങ്ങൾ അങ്ങനെയാണ്, കോർപ്പറേറ്റുകൾ എനിക്ക് രോഗമുണ്ടാക്കാൻ വേണ്ടി അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. ആര് എന്തൊക്കെ ചെയ്താലും, സാഹചര്യങ്ങൾ എത്ര ദുരിതമായിരുന്നാലും, ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇനി വിഷാംശം ഉണ്ടെങ്കിലും, ഞാൻ കുടിക്കുന്ന വെള്ളത്തിൽ മെർക്കുറി അടക്കമുള്ള വിഷാംശം ഉണ്ടെങ്കിൽ പോലും അതിനെ ക്ലിയർ ചെയ്യാനായിട്ട്, ആ സംഭവങ്ങളെല്ലാം മാറ്റാനായിട്ടുള്ള ശേഷി, അതിനുള്ള കരുത്ത് എൻ്റെ ശരീരത്തിനുണ്ട് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം, ബോധ്യം, അത് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ആഴത്തിൽ ഇറങ്ങേണ്ടതുണ്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞാലാണ്, ഈ അവയർനെസ്, ഈ ഒരു അവബോധം ശരിയായിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ശരിക്കുമുള്ള നമ്മുടെ, ഞാൻ ഈ പറഞ്ഞ റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. അത് ഏത് അസുഖമായിരുന്നാലും, ഈ അസുഖത്തിന് ചികിത്സയുണ്ടോ, ഈ അസുഖത്തിന് ചികിത്സയില്ലല്ലോ, ഈ അസുഖം എത്ര കാലമായിട്ട് ശാസ്ത്രം പഠിക്കുന്നുള്ളൂ, എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഇതിന് ചികിത്സയില്ല, മരുന്നില്ല എന്നാണല്ലോ പറയുന്നത് എന്നുള്ളത്. അത്തരം ഒരുപാട് അസുഖങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് അസുഖങ്ങൾ, ക്യാൻസർ മാത്രമല്ല, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങള്, സ്വന്തം ശരീരത്തെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന അസുഖങ്ങള്, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഒരുമിച്ച് ഒരു കുടുംബം പോലെ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ശരീരം എന്നു മുതലാണ് പരസ്പരം ആക്രമിക്കാൻ തുടങ്ങിയത്? എന്നു മുതലാണ് പരസ്പരം കടിച്ചു കീറാൻ തുടങ്ങിയത്? നമ്മൾ ആ വിചാരമാണ്, ആ ചിന്തകളാണ് എന്ന് മുതലാണോ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക്, മനസ്സിന്റെ അകത്തേക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്, അന്ന് മുതലാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റാൻ തുടങ്ങിയത്. അന്ന് മുതൽ താളം തെറ്റാൻ, അകത്ത് താളം തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ വേറെ പലതായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഈ താളപ്പേ സംഭവിച്ചത് നമ്മൾ എന്ന് മുതൽ നെഗറ്റീവ് ഇമോഷൻസ് കൊടുക്കുന്നോ അന്ന് മുതലാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, അസുഖങ്ങൾ ഏതായിരുന്നാലും അത് പുറത്തു നിന്നും വരേണ്ട ആവശ്യമില്ല. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ശരിയായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അത് അതിന് ദേഷ്യം പിടിച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി അസുഖം നമ്മുടെ അകത്ത് നിന്ന് തന്നെ ഉണ്ടാവും. അതിന് പുറത്തുനിന്ന് വൈറസിന്റെയോ ബാക്ടീരിയയോ അല്ലെങ്കിൽ പുറത്തു നിന്ന് വിഷാംശം വരേണ്ടതിന്റെയോ ആവശ്യമില്ല. ഇത് താളപ്പയ സംഭവിച്ചാൽ, പുറത്തു നിന്ന് ചെറിയ വിഷം വരുമ്പോഴേക്കും, അല്ലെങ്കിൽ പുറത്തു നിന്നും നിരുപദ്രവകാരിയായ, അല്ലെ, ബാക്കിയുള്ളവർക്ക് നിരുപദ്രവകാരിയായിട്ടുള്ള ബാക്ടീരിയകളും വൈറസുകളൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കി ശരീരത്തെ എന്ന് നമ്മൾ ശക്തിപ്പെടുത്താനുള്ള യാത്ര ആരംഭിക്കുന്നു, അന്ന് മുതലാണ് ശരിക്കുള്ള ആരോഗ്യത്തിലേക്ക്, ശരിക്കുള്ള സംതൃപ്തിയിലേക്ക്, സമാധാനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. ഓക്കെ, ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ, ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് കമന്റ് ചെയ്യുക. നമ്മൾ സ്ഥിരമുള്ള ആളുകൾ തന്നെയാണ് ഉള്ളത്, നിങ്ങൾക്ക് ക്ലിയർ ആയിണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ജസ്റ്റ് നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക മാക്സിമം. എന്തെന്ന് വെച്ചാല്, നമ്മൾ കാണുന്നു, കേൾക്കുന്നു, നമ്മുടെ കൈകൾ കൂടി വർക്ക് ചെയ്താലാണ് മാക്സിമം ഈ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുക. അറിവിനായിട്ട്, അല്ലെ, അറിവിന്റെ ഒരു കുറവും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല. അറിവ് ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലെ? നമ്മളൊന്ന് വിരൽ ഞെക്കിയാല് നമ്മുടെ മുന്നിൽ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. പക്ഷെ നമുക്ക് നഷ്ടമായിട്ട് വരുന്നത്, നമുക്ക് ആവശ്യത്തിന് കിട്ടാതെ വരുന്നത് എന്ന് പറഞ്ഞാല്, അത് നമുക്ക് ആവശ്യമുള്ള അറിവുകളാണ്. ഒരുപാട് അറിവുകളിൽ നിന്നും, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കുറച്ച് അറിവ് നമുക്ക് കിട്ടുന്നില്ല. പലപ്പോഴും ആവശ്യമില്ലാത്ത അറിവുകളാണ് നമ്മുടെ അകത്തേക്ക് നമ്മൾ കയറ്റി വിടുന്നത് എന്നുള്ളതാണ്.
ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഇത്രയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇതിലേക്ക് ഓക്കെ അല്ലേ? ജസ്റ്റ് കമന്റ് ചെയ്യുക. കുറച്ചു പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. സനിൽ, നുസ്രത്ത്, മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറയുക പ്രധാനമായിട്ടും ഇൻഫർമേഷൻ ഏജ് എന്നാണ്. ഒരുപാട് വിവരം നമ്മുടെ അകത്തുണ്ട്, ഒരുപാട് സ്ഥിരമായിട്ട് സ്റ്റിമുലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബേസിക്കലി അധികം ആൾക്കാർക്കും തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് സമയം പെട്ടെന്ന് പോകുന്നു അല്ലെ? എത്ര പെട്ടെന്ന് ആ സമയം ഓടി പോകുന്നത്, പറന്നു പോകുന്നത്. ആ ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ജസ്റ്റ് കമന്റ് ചെയ്യുക. സമയം വളരെ പെട്ടെന്ന് ഓടി പോകുന്നു, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നിമിഷം കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും അല്ലെ? നമ്മുടെ ടെക്നോളജി ആയിരുന്നാലും സോഷ്യൽ മീഡിയ ആയിരുന്നാലും, അതേപോലെ തന്നെ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചാലും, ദുരിതങ്ങൾ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മാറാൻ, നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ, കറക്റ്റായിട്ട് അതിൽ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി വളരെ കുറവാണെന്ന്. കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാനുള്ള ശേഷി വളരെ കുറവാണ്. പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. ഒരു കാര്യം കഴിയുമ്പോൾ അതിന് അടുത്ത കാര്യം, പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു. ഈ ഡിസ്ട്രാക്ഷൻ ഏതിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം, സമാധാനം ലഭിക്കണമെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോക്കസ് എന്നുള്ളത്. നമ്മൾ എന്ത് കാര്യത്തിലേക്കാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ലൈഫിന്റെ ഗോൾസ് ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഇവിടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അത് നിങ്ങളുടെ ആരോഗ്യമായിരിക്കാം, സമ്പത്തായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്തുമായിരിക്കാം. നമ്മൾ ആ കാര്യങ്ങളിലേക്ക്, അതിന്റെ സൊല്യൂഷൻസിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാത്തിടത്തോളം കാലം, നമ്മൾ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകുന്നു, അതിന്റെ നെഗറ്റിവിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മുടെ ലൈഫിൽ നിന്നും മിസ്സാവുകയാണ്. നമ്മുടെ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ ലൈഫിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത്, അതിലേക്ക് നമ്മുടെ ഒരു ദിവസത്തെ 80% ചിന്തകളും അതിലേക്ക്, അതിന്റെ സൊല്യൂഷൻസിലേക്ക്, എന്താണോ നമുക്ക് ചെയ്യാനുള്ളത് അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ലൈഫിൽ അത് എത്തിപ്പിടിക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ബേസിക്കലി ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ ഒരു ദിവസത്തെ 80% ചിന്തകളും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അന്ന് മുതൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തി എന്ന് തന്നെ നിങ്ങൾക്ക് വിചാരിക്കാം. നിങ്ങൾ എന്താണോ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ലക്ഷ്യം വെക്കുന്നത് അതിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരും. ഒരു ദിവസത്തെ 80% അല്ലെ? ഓരോ മിനിറ്റിലും 60,000-ഓളം ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ അകത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട് അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം അല്ലേ അത്? സ്ഥിരം ഒരുപാട് ചിന്തകൾ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ 80% ചിന്തകളും നമ്മൾ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല. നമ്മുടെ കുറച്ച് മുന്നേ ഉള്ള നമ്മുടെ പൂർവികർക്ക് ഇത് ഒന്നുകൂടി സിമ്പിൾ ആയിരുന്നു. അവർക്കുള്ള പ്രശ്നങ്ങൾ വേറെ പലതുമായിരുന്നു അല്ലെ? ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങള്, ബാക്കിയുള്ള അവരെക്കാൾ സൗകര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് വേറെ ചില വെല്ലുവിളികളുണ്ട്. നമ്മുടെ ഫോക്കസ്, മനസ്സിന്റെ ഫോക്കസ് ഒരിടത്ത് ഒരുമിച്ച് നിർത്തുക എന്ന് പറഞ്ഞാല് നമുക്ക് ഭയങ്കര വെല്ലുവിളിയാണ് ഇന്ന്. കാരണം നമുക്ക് ചുറ്റും നമ്മുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെന്ന്. അതിൽ നിന്ന് നമ്മുടെ 80% ശ്രദ്ധകളും ഒരു ദിവസത്തെ ഫോക്കസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാല് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് ബോധപൂർവം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ വരുമ്പോ, അതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ, ചെറിയ പ്രതിസന്ധികൾ വരുമ്പോ അല്ലെ, എന്നത് യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ചെറിയ പ്രതിസന്ധികൾ വരുമ്പം തളർന്ന്, വാടി തളർന്നു പോകുന്നവരായിട്ട് മാറുന്നത്. നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യങ്ങളെ ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് ചിന്തിച്ചിത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കാനുള്ള ശേഷി ലഭിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യുമ്പോഴത്തേന് ഫോക്കസ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ എന്ന് പഠിക്കുന്നു?
അന്ന് മാത്രമേ നമ്മുടെ ദുരിതങ്ങളെ നേരിടാൻ, നമ്മുടെ ദുരന്തങ്ങൾക്ക് മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ശേഷി നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ നമ്മൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ട്രോമ ഹീലിംഗ് ഒക്കെ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാനുള്ള കാരണം, നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഫോക്കസ് ചെയ്ത് നേരെ നിന്ന് നെഞ്ചുറപ്പോടെ നോക്കി നിന്ന് അതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. അതൊക്കെ ട്രോമകളായിട്ട്, ബാഡ് എക്സ്പീരിയൻസ് ആയി മനസ്സിന്റെ കോണുകളിലേക്ക് നമ്മൾ മാലിന്യങ്ങളായിട്ട് തട്ടി തട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല. ഓക്കെ, നമുക്കപ്പോ ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് ജസ്റ്റ് കമന്റ് ചെയ്യുക, യെസ് ഓർ നോ. ലാസ്റ്റ് ക്ലിയർ അല്ലേ? ലാസ്റ്റ് ആയിട്ട് ഒരു കോട്ട് കൂടി പറഞ്ഞ്, ബാഗ്ദാദിൽ ജീവിച്ചിരുന്ന മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞൊരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. നിങ്ങളുടെ ദുരിതങ്ങളെ, ദുരന്തങ്ങളെ, അതേപോലെ തന്നെ നിങ്ങളുടെ വേദനകളെ ആനന്ദത്തിലേക്ക് മാറി വരുന്നത് വരെ, നിങ്ങളുടെ ദുരിതങ്ങൾ ആനന്ദത്തിലേക്ക് മാറി വരുന്നത് വരെ, മൊഴി മാറ്റുന്നത് വരെ നിങ്ങൾ അതിനെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കുക, പ്രതിരോധിക്കുക. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വന്ന് ജീലാനിയോട് പറഞ്ഞു, അദ്ദേഹം ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അന്നത്തെ ബിസിനസ് പ്രധാനമായിട്ടും കപ്പലുകളായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കപ്പല്, ചരക്ക് കപ്പല് കടലിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വികാരങ്ങളോ വിക്ഷോഭങ്ങളോ ബാക്കിയൊന്നും സങ്കടങ്ങളോ ഒന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, കപ്പൽ മുങ്ങിയിട്ടില്ല, അതൊരു മിസ്ഇൻഫോർമേഷൻ ആയിരുന്നു, തെറ്റായ വിവരമായിരുന്നു, നിങ്ങളുടെ കപ്പല് ചരക്കുമായിട്ട് തീരത്ത് അണഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴും അദ്ദേഹത്തിന് വികാരങ്ങളൊന്നും വന്നില്ല. അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു രണ്ട് സമയത്തും. അപ്പൊ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ആ സമയത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു, ഈ സമയത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചല്ലോ എന്നുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിക്കും ഇതാണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്. പുറത്തു നിന്നുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളല്ല നമ്മളെ പ്രതിരോധത്തിലാക്കേണ്ടത്. നമ്മുടെ സങ്കടവും സന്തോഷവും തീരുമാനിക്കേണ്ടത് അത് എന്ന് നമ്മളായിരിക്കുന്നുവോ, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അതീതമായിട്ട്, നമ്മുടെ സന്ദർഭങ്ങൾക്ക് അതീതമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോ പാർട്ട്ണറോ നമ്മളെ സഹായിച്ചാൽ, അവര് നമ്മോട് പുഞ്ചിരിച്ചാൽ മാത്രം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് സന്തോഷം വരുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. അത് കണ്ടെത്തണമെങ്കിൽ സാഹചര്യങ്ങൾ എന്തായിരുന്നാലും നമ്മുടെ ദുരിതങ്ങളെ മുന്നിൽ നമുക്ക് ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനൊരിക്കലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നാൽ, ദുരിതങ്ങളെ നേരിടാതിരുന്നാൽ നമുക്ക് സാധിക്കില്ല. വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. താങ്ക് യു ആൾ.